വേദനിച്ച് പ്രസവിച്ചാലേ അമ്മയാവൂ എന്നൊരു ധാരണ ഇപ്പോഴും നമ്മൾക്കിടയിൽ പലർക്കുമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഇത്രയും കാഠിന്യമേറിയ പ്രസവവേദന ശരിക്കും സ്ത്രീകൾ സഹിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ സഹിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മെഡിക്കൽ സയൻസ് ഇതിന് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ലേബർ എപ്പിഡ്യൂറൽ അല്ലെങ്കിൽ പെയിൻലെസ് ലേബർ. സോ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് എന്താണ് പെയിൻലെസ് ലേബർ അല്ലെങ്കിൽ ലേബർ എപ്പിഡ്യൂറൽ, ഇത് എങ്ങനെയാണ് കൊടുക്കുന്നത്, എപ്പോഴാണ് കൊടുക്കുന്നത്, ഇത് കുഞ്ഞിനും അമ്മയ്ക്കും സേഫ് ആണോ, എന്തെങ്കിലും റിസ്കുകൾ ഉണ്ടോ, സൈഡ് എഫക്റ്റുകൾ എന്തെല്ലാം എന്നതിനെക്കുറിച്ചാണ്. സോ ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരും പ്രഗ്നൻസി പ്ലാനിങ് ചെയ്യുന്നവരും വീഡിയോ അവസാനം വരെ കാണുക. നമ്മുടെ നട്ടലിനുള്ളിൽ ബ്രെയിനുമായി കണക്ട് ചെയ്തിരിക്കുന്ന സുഷുമ്നാ നാഡി അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഉണ്ട്. ഇതിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ലെയറാണ് ഡ്യൂറ എന്ന് പറയുന്നത്. ഈ ഡ്യൂറക്ക് തൊട്ട് പുറത്തായി കാണുന്ന ഒരു സ്പേസ് ആണ് എപ്പിഡ്യൂറൽ സ്പേസ്. സോ ഈ സ്പേസിലോട്ട് ചെറിയ ട്യൂബ് പ്ലേസ് ചെയ്ത് ഇതിലൂടെ മരുന്ന് കൊടുക്കുന്നത് വഴി ഗർഭപാത്രത്തിൽ നിന്ന് ബ്രെയിനിലോട്ട് പോകുന്ന പെയിൻ സിഗ്നലുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ജനനം നേരിട്ട് കാണാൻ സാധിക്കും. കോൺട്രാക്ഷൻസ് ഫീൽ ചെയ്യാൻ പറ്റും, കാലുകൾ ചലിപ്പിക്കാൻ പറ്റും. യൂട്രസിൽ നിന്ന് വരുന്ന ശക്തമായിട്ടുള്ള വേദന മാത്രം നിങ്ങൾ അറിയില്ല. ഇനി ഈ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. പലർക്കും പേടി ആ വലിയ സൂചി നട്ടെല്ലിൽ കുത്തുന്നതിനെ കുറിച്ചാണ്. സാധാരണ സെർവിക്സ് ഒരു 3 to 4 സെന്റിമീറ്റർ വികസിക്കുമ്പോഴാണ് ഇത് നൽകുന്നത്. ഒരുപാട് നേരത്തെ കൊടുത്തു കഴിഞ്ഞാലും ഒരുപാട് വൈകിട്ട് കൊടുത്തു കഴിഞ്ഞാലും ബെനിഫിറ്റ് കുറയും. സാധാരണ അനസ്തറ്റിസ്റ്റും അതുപോലെ ഒബ്സ്ട്രക്ടീഷ്യനും പേഷ്യൻറ്റും കൂടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ ഡിസിഷൻ എടുക്കുന്നത്. അമ്മയുടെ പൊസിഷൻ എന്ന് പറയുന്നത് അമ്മ ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കുകയോ അല്ലെങ്കിൽ കുനിഞ്ഞിരിക്കുകയോ വേണം. ശേഷം ബീറ്റാൻ പോലെയുള്ള ആന്റിസെപ്റ്റിക് ഉപയോഗിച്ചിട്ട് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന ഭാഗം ക്ലീൻ ചെയ്യും. പിന്നെ ഒരു ചെറിയ ഇഞ്ചക്ഷൻ ഉപയോഗിച്ചിട്ട് ഈ തൊലിപ്പുറം അറിയിപ്പിക്കും. സോ ദാറ്റ് മെയിൻ നീഡിൽ ഇൻസേർട്ടിന് സമയത്ത് അധികം പെയിൻ അനുഭവപ്പെട്ടില്ല. പിന്നീട് ഒരു പ്രത്യേക സൂചി വഴി തിന്നായിട്ടുള്ള റബ്ബർ പോലെയുള്ള ഒരു ട്യൂബ് ഈ സ്പേസിലോട്ട് പ്ലേസ് ചെയ്യും. പിന്നീട് ഈ സൂചി റിമൂവ് ചെയ്തതിന് ശേഷം ഈ ട്യൂബ് അവിടെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കും. സോ ദാറ്റ് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഡോക്ടർക്ക് ആവശ്യാനുസരണം മരുന്ന് പമ്പ് ചെയ്യാൻ പറ്റും. ഈ ഡെലിവറി കഴിയുന്നത് വരെ ഈ ട്യൂബ് അവിടെ തന്നെ കീപ്പ് ചെയ്യും. ഇനി ഇതിന്റെ ബെനിഫിറ്റുകൾ എന്തെല്ലാം നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് അമ്മയെ ഭയങ്കര കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യും. സോ ദാറ്റ് അമ്മയുടെ ഹൃദയമിടിപ്പ് അതുപോലെ ബ്ലഡ് പ്രഷറും ഒക്കെ ഭയങ്കര സ്റ്റേബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷറിന്റെ ബുദ്ധിമുട്ട് ഉള്ള അമ്മമാരിൽ ഇത് കുഞ്ഞിലേക്കുള്ള ബ്ലഡ് സപ്ലൈ അതുപോലെ ഓക്സിജൻ സപ്ലൈ എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഈ ടയർഡ്നെസ്, അതായത് പെയിൻ കാരണമുള്ള ടയർഡ്നെസ് എക്സോഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന വഴി അമ്മയ്ക്ക് കുഞ്ഞ് പുറത്തു വരുന്ന സമയത്ത് പുഷ് ചെയ്യാനുള്ള എനർജി സേവ് ചെയ്യാൻ പറ്റും. സോ ഈ കുഞ്ഞ് പുറത്തു വരുന്ന സമയത്ത് നല്ല എഫക്റ്റീവായിട്ട് പുഷ് ചെയ്യാൻ സാധിക്കും. ഇനി ഇൻ കേസ് ഇതൊരു എമർജൻസി സി സെക്ഷൻ ആവശ്യം വരികയാണെങ്കിൽ ഈ സെയിം എപ്പിഡ്യൂറൽ വഴി തന്നെ അനസ്തേഷ്യ കൊടുക്കാൻ സാധിക്കും. ഇനി ലേബർ എപ്പിഡ്യൂറലിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റുകൾ ഉണ്ടോ എന്നുള്ളതാണ്. യാതൊരു കോംപ്ലിക്കേഷൻസും അല്ലെങ്കിൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതായിട്ടുള്ള ഒരു മരുന്നോ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറോ ലോകത്തില്ല. സോ ദാറ്റ് ലേബർ എപ്പിഡ്യൂറലിനും അതിൻ്റെതായിട്ടുള്ള കുറച്ച് പാർശ്വഫലങ്ങൾ കണ്ടേക്കാം. ഇതിൽ മോസ്റ്റ് കോമൺലി കാണുന്നതാണ് BP കുറയുക എന്നുള്ളത്. അതായത് ഈ മരുന്ന് അകത്തുന്ന സമയത്ത് താൽക്കാലികമായിട്ട് BP കുറയുന്നതായിട്ട് കോമൺലി കാണാറുണ്ട്. പക്ഷെ അത് ഈസിലി മാനേജബിൾ ആണ്. മറ്റൊന്നാണ് ഹെഡ് ഏക്ക്, പോസ്റ്റ് ഡ്യൂറൽ പങ്ക്ചർ ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞ ഫിനോമിനൻ. അത് റയർലി ലെസ് ദാൻ 1% ഓഫ് ആളുകളിൽ കാണാറുണ്ട്. പക്ഷെ അതൊരു 40 to 72 അവറിനുള്ളിൽ തന്നെ കംപ്ലീറ്റ്ലി റിക്കവർ ആവും. മറ്റൊന്നാണ് മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ട്. അതായത് താഴെ ഭാഗം മരവിച്ചിരിക്കുന്നത് കാരണം ചില ആളുകൾ താൽക്കാലികമായിട്ട് മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. സോ കുറച്ച് നേരത്തേക്ക് താൽക്കാലികമായിട്ട് ട്യൂബ് ഇടേണ്ടി വരും. മറ്റൊന്നാണ് കാലുകളുടെ തളർച്ച. അതായത് ഈ മരുന്നിന്റെ എഫക്റ്റ് കാരണം കാലുകൾക്ക് ബലക്കുറവ് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മരുന്നിന്റെ എഫക്റ്റ് കഴിയുന്നത് വഴി അത് കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ടും മാറുന്നതാണ്. ഇനി ലേബർ എപ്പിഡ്യൂറലിനെ കുറിച്ചുള്ള മിത്തുകൾ അല്ലെങ്കിൽ മിഥ്യാധാരണകൾ എന്തെല്ലാം നോക്കാം. ഏറ്റവും കോമൺ ആയിട്ട് അമ്മമാർ ചോദിക്കുന്നത് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലോങ് ടേമിൽ നടുവേദന അല്ലെങ്കിൽ ബാക്ക് പെയിൻ വരും എന്നുള്ളതാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ എപ്പിഡ്യൂറൽ ഒരിക്കലും ലോങ് ടേമിൽ ബാക്ക് പെയിൻ കൂട്ടില്ല. ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ബാക്ക് പെയിൻ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവുന്ന ഹോർമോണുകളാണ്. ഇത് എപ്പിഡ്യൂറൽ എടുത്ത ആളുകളും എടുക്കാത്ത ആളുകളും ഒരേപോലെ കണ്ടേക്കാം. മറ്റൊന്നാണ് ഇത് സിസേറിയനിലേക്കുള്ള ചാൻസ് വർദ്ധിക്കൂ എന്നുള്ളത്. പഠനങ്ങൾ പറയുന്നത് ലേബർ എപ്പിഡ്യൂറൽ ഒരിക്കലും സിസേറിയൻ റിസ്ക് സാധ്യത കൂട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇൻസ്ട്രുമെന്റ് ഡെലിവറി, അതായത് വാക്വം അതുപോലെ ഫോസ്റ്റ് ഡെലിവറിക്കുള്ള സാധ്യത കൂട്ടുന്നുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. മറ്റൊന്നാണ് ഇത് ബേബിക്ക് സേഫ് ആണ് എന്നുള്ളത്. ഇഞ്ചക്ഷൻ എടുക്കുന്ന വഴി ഈ മരുന്ന് അമ്മയുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് വളരെ കുറച്ച് മാത്രമേ എത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ബേബിക്ക് യാതൊരു ഹാംഫുൾ എഫക്റ്റും ഉണ്ടാക്കുന്നതല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ഇത് മാക്സിമം ആളുകളുടെ അടുത്ത് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക.